ക്ലോക്കിലെ സൂചികൾക്കിടയിലുള്ള കോൺ 70 ഡിഗ്രി ആകുന്ന സമയമേത്? ക്ലോക്കിലെ സൂചികൾ എന്ന് പറയുമ്പോൾ അത് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. സാധാരണഗതിയിൽ നമുക്ക് സമയം തന്നിട്ട് സൂചികൾക്കിടയിലുള്ള കോണളവ് എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. ഇത് നേരെ തിരിച്ച് കോണളവ് തന്നിട്ട് സമയമാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഓരോ ഓപ്ഷനും എടുത്ത് ചെയ്തു നോക്കി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ശരിയുത്തരമായ ഓപ്ഷൻ എടുത്ത് എങ്ങനെയാണ് അത് ചെക്ക് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. നമ്മുടെ ഭാഗ്യമുള്ള പരീക്ഷയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ തന്നെ ശരിയുത്തരമായിട്ട് കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ മിനിമം 3 ഓപ്ഷൻ ചെയ്ത് നോക്കേണ്ടി വരും. 3 കിട്ടുന്നില്ല, 4ാമത്തെ ഓപ്ഷൻ ശരിയുത്തരമായിട്ട് എടുക്കാം. അപ്പൊ ഞാനിവിടെ 5:40 എടുക്കുന്നു. 5:40 മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് കാണുകയാണ്. അപ്പൊ ഞാൻ 5:40 5 മണി എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി ക്ലോക്കിലുള്ള 5 എന്ന സംഖ്യനെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ 40 മിനിറ്റ് എന്ന് പറയുമ്പോൾ മിനിറ്റ് സൂചി ക്ലോക്കിലുള്ള 8 എന്ന സംഖ്യനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്, അല്ലെ? മിനിറ്റ് സൂചി 8 എത്തുമ്പോഴാണ് നമ്മൾ 40 മിനിറ്റ് എന്ന് പറയാറുള്ളത്. ഇനി ഒരു സ്റ്റെപ്പ് അങ്ങ് പഠിച്ചു വെക്കുക. വ്യത്യാസം കാണുക, 30 കൊണ്ട് ഗുണിക്കുക, മിനിറ്റിന്റെ പകുതി കൂട്ടുക. വ്യത്യാസം കാണുക. അപ്പൊ 5 8 പോയാ -3 വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം കൊടുത്തോളണം. പിന്നെ വ്യത്യാസം കാണുക, 30 കൊണ്ട് ഗുണിക്കുക, മിനിറ്റിന്റെ പകുതി കൂട്ടുക. 40 മിനിറ്റിന്റെ പകുതി 20 മിനിറ്റ്. ഇവിടെ ബോർഡ് മാസ് പ്രകാരം ആദ്യം ഗുണിക്കുന്നു. ഒരു നെഗറ്റീവ് സംഖ്യയും ഒരു പോസിറ്റീവ് സംഖ്യയും ഗുണിക്കുമ്പോൾ ഉത്തരം നെഗറ്റീവ് ആണ്. നമുക്ക് -90 എന്ന് കിട്ടുന്നു. കൂട്ടണം 20. ഇവിടെയും നമ്മൾ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. അപ്പൊ 90 20 കുറയ്ക്കുമ്പോൾ 70, വലുതിന്റെ ചിഹ്നം കൊടുക്കുക. അപ്പൊ നമ്മുടെ ഉത്തരം -70 എന്നാണ് കിട്ടുക. പക്ഷെ ഈ കോണളവ് നമ്മൾ മൈനസിൽ പറയാറില്ല. ഉത്തരം കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ ആ മൈനസ് കളഞ്ഞ് നമ്മുടെ ഉത്തരം 70 ഡിഗ്രി എന്ന് മനസ്സിലാക്കും. അപ്പൊ ഇങ്ങനെ ഓപ്ഷൻ വെച്ച് കണ്ടുപിടിക്കുക. പെട്ടെന്ന് പരീക്ഷയ്ക്ക് ചെയ്യും.